മാർക്കറ്റിംഗ് നമ്മൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കെങ്കിലും അൾട്ടിമേറ്റ്ലി നമുക്ക് സാധനം വിൽക്കണം. അതെ, അതാണല്ലോ നമ്മൾ അൾട്ടിമേറ്റ്ലി കാശ് വീഴണം. പെട്ടിയിൽ കാശ് വേണം. അതെ, അവിടെ വളരെ 9 to 5 എന്ന് പറഞ്ഞാൽ 9 to 5 തന്നെയാണ്. ഇവിടെ 9 to 5 എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം 5 രാവിലെ. കോവിഡ് വാസ് എ ബിഗ് ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെ എല്ലാവർക്കും. ഡാറ്റ ക്യാൻ ആക്ച്വലി പ്രൂവ് യു റോങ്. ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഫ്രീ ആണെന്ന് പറയുന്നത്. ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഈസ് ഓൾവേസ് ഫ്രീ. ഞാൻ പഠിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ യൂട്യൂബിലാണെന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വിചാരിച്ച പോലെ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവിടുത്തെ ഒരു കരിയർ വിട്ടിങ്ങോട്ട് വരികയാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. ഇവിടെ വന്ന് ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഈസി അല്ല. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതും ഈ പറഞ്ഞ പോലെ കുറച്ച് ട്രോമാറ്റിക് ആയിരുന്നു. കുറച്ചല്ല കൂടുതൽ പ്ലഷറബിൾ ആയിരുന്നു. കാരണം ഐ ഓൾവേസ് വാണ്ട് ടു കം ബാക്ക്. നമ്മൾ ഈ കൊച്ചിയിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് എപ്പോഴും നമുക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അവിടെ ഇരുന്ന് നോക്കുമ്പോഴേക്കും യൂട്യൂബിൽ ആൾക്കാർ പോയിട്ട് മറ്റേ ഓരോ റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു അത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജോബ് എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് തന്നെ ഹാഡ് ഈ പറഞ്ഞ പോലെ ബ്ലോഗിംഗ് ഉണ്ടായിരുന്നു ഓൺ ദ സൈഡ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ബേസിക്കലി ഐ വാസ് ഡൂയിങ് വാട്ട് ഐ വാസ് പ്രീച്ചിങ്. കാരണം ഒരു സമയത്ത് നമുക്ക് തോന്നി നമ്മൾ ഈ കമ്പനികൾക്ക് ചെയ്തു കൊടുക്കുന്ന സംഭവം എനിക്ക് തന്നെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഐ കുഡ് മേക്ക് 5 times മോർ ദൻ വാട്ട് ദേ വർ മേക്കിംഗ്. ആ ഒരു റിയലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്ന് തോന്നി. പക്ഷെ ഒരു H1B വിസയിൽ US നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഉണ്ടായിരുന്നു. പലർക്കും അതില്ല, എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് എൻ്റെ ഒരു മൂവ് കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആയിരുന്നു. കാരണം എൻ്റെ ഒരു ഫൈനൽ ഐഡിയ എന്ന് പറയുന്നത് ടു ഗെറ്റ് ടൈം ഫോർ യുവർ സെൽഫ് എന്നുള്ളതാണ്. ഫ്രീഡം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു, ഐ തിങ്ക് എവ്രി വൺ അതായിരിക്കും വലിയൊരു സംഭവം. നമ്മൾ ജീവിതകാലം മൊത്തം ഒന്നെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആയാലും ഒരു 24 മണിക്കൂറിൽ 18-19 മണിക്കൂറും ഒക്കെ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആവാതെ കുറച്ച് നേരം വർക്ക് ചെയ്യുമ്പോൾ ഇൻറ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുക, ബാക്കിയുള്ള സമയം ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു. അത് ട്രാവൽ ചെയ്യുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് എന്നെ ചെയ്തു വന്നത്. എന്നെ എന്താ പറയുക, അതിനനുസരിച്ചാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി, മാർക്കറ്റിംഗ് കൺസൾട്ടേഷൻ തുടങ്ങി. ഞാൻ പല സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദുക്കാൻ, എൻ്റെ ഒരു ഫ്രണ്ടാണ് സുമിത്ത് എന്ന് പറഞ്ഞിട്ട്, പുള്ളി തുടങ്ങിയതായിരുന്നു ആ സമയത്ത്. സോ ഹി ആസ്ക്ഡ് മീ വെദർ ക്യാൻ യു ഡു വാണ്ട് ടു ജോയിൻ, ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ്ലി ഐ വാസ് ദേർ ഓൺ ദ ഫസ്റ്റ് ഡേ. അപ്പോൾ ഒരു ഹെലോ വേൾഡ് പോസ്റ്റ് നിന്ന് ടു വാട്ട് ദുക്കാൻ ഹാസ് ബിക്കം, ഐ വാസ് ദേർ ത്രൂ ഔട്ട് ദ ഹോൾ ജേർണി. ദാറ്റ് വാസ് എ ഗുഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. പിന്നെ അവിടുന്ന് പല ഓപ്പർച്യൂണിറ്റീസ് വന്നു. ഇപ്പോൾ ഐ എം കൺസൾട്ടിങ് വിത്ത് 3 കമ്പനീസ് ഹു ആർ നമ്മുടെ PKXVന്റെ സെക്കോയ ഇന്ത്യൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള 3 കമ്പനീസാണ്. ഐ ബേസിക്കലി ഡു കൺസൾട്ടേഷൻ വിച്ച് ഇസ് മൈ ഫോർട്ടെ. സോ അങ്ങനെ ഇന്ത്യയിൽ എത്തിയ സമയത്ത് ഈ US മാർക്കറ്റിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ലാഗിങ് ആയിരിക്കാം, ബട്ട് എത്രത്തോളം ലാഗിങ് ആയിട്ട് ഫീൽ ചെയ്തു? ഭയങ്കര വാസ് ഇറ്റ് ഹാർഡ്? ലാഗിങ് എന്ന് ഞാൻ പറയില്ല. ഇറ്റ്സ് ഇന്ത്യ ഇസ് ഇന്ത്യ, US ഇസ് US. രണ്ടുപേർക്കും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കാരണം US ഒരു ഐഡിയ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പറിച്ച് നട്ട് വളർത്താൻ പറ്റില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ ചെയ്തവരുണ്ടാവായിരിക്കാം. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഫ്രീഡമും ദ വേ ഓഫ് തിങ്സ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ള ഒരു ചിന്താഗതി കൊണ്ട് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. അപ്പോൾ എനിക്കത് ഫസ്റ്റ് ഡേ മുതൽ ക്ലിയർ ആയിരുന്നു, ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഐ വാണ്ട് എന്നുള്ളത്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇഷ്ടം പോലെ. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോലും തിരിച്ചിങ്ങോട്ട് വരുന്ന ആൾക്കാർ, US തിരിച്ചു വരുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം വർക്ക് കൾച്ചർ. അവിടെ വളരെ 9 to 5 എന്ന് പറഞ്ഞാൽ 9 to 5 തന്നെയാണ്. അതിനുശേഷം വർക്ക് ചെയ്യണ്ട. ഇവിടെ 9 to 5 എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം 5 രാവിലെ എന്നൊക്കെ ചിലർ പറയുന്നു. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. പിന്നെ അത് പലർക്കും അറിയാം. ഇപ്പം അവിടുന്ന് വരുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു സാലറി ആണെങ്കിൽ പോലും നമുക്ക് കുറച്ച് കുറവായിരിക്കും, വർക്ക് ലോഡ് കൂടുതലായിരിക്കും, ഇവിടുത്തെ ട്രാഫിക്കിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും വരുന്നത്. അപ്പം ഞാനത് എനിക്കറിയാവുന്നതുകൊണ്ട് ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു മാനേജ്. അപ്പോൾ ഡിഫറൻസസ് ഉണ്ടായിരുന്നു, ബട്ട് ഐ ടുക്ക് ഇറ്റ് ടു മൈ അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അങ്ങനെ മനസ്സിലായി. അതിനുശേഷം അപ്പോൾ വന്നു 2017 വന്നു. അതെ, 2020 കോവിഡ് വന്നു. അതെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കോവിഡ് വാസ് എ ബിഗ് ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെ എല്ലാവർക്കും. ഇറ്റ് വാസ് എ ബിഗ് ലേണിംഗ് എക്സ്പീരിയൻസ്. പക്ഷേ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് ഐ തിങ്ക് വി ഹാഡ് എ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജ്.
കാരണം ദുക്കാൻ നമ്മൾ അതിന് ശേഷമാണ് തുടങ്ങിയത്. ദുക്കാൻ ഓൾസോ സ്റ്റാർട്ടഡ് ഔട്ട് ബിക്കോസ് ഓഫ് ദ ലേണിംഗ് ഫ്രം കോവിഡ്. കാരണം കോവിഡിന്റെ സമയത്ത് പല ചെറിയ ചെറിയ ബിസിനസ്സസ് അവർക്ക് കസ്റ്റമേഴ്സ് വരാണ്ടായി. അപ്പോൾ അവർക്ക് ഓൺലൈനിൽ പോകണം എന്നുള്ളൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ല. കാരണം ആ സമയത്തുള്ള കൊമേഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഷോപ്പിഫൈയിൽ സെറ്റപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ മല കയറുന്ന ഒരു വലിയൊരു മൗണ്ടൻ ആണ്, അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തപ്പോഴാണ് നമ്മൾ ദുക്കാൻ പോലൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. വേറെ യു ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റോർ ഈസിലി ബൈ എന്താ പറയുക, നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അഡ്മിൻ്റെ സ്കിൽസ് മാത്രം മതി. യു ക്യാൻ ഹാവ് യുവർ ഓൺ കാറ്റലോഗ് ആൻഡ് വെബ്സൈറ്റ് വെർ യു ക്യാൻ പുട്ട് തിങ്സ് ഓഫ് ഫോർ സെയിൽ. അങ്ങനെ വന്നത്. അപ്പോൾ അത് വന്നത് കോവിഡിന്റെ ഒരു ലേണിംഗിൽ നിന്നാണ്. അതുകൂടാതെ എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ ഇഷ്ടം പോലെ കൂടുതൽ ബിസിനസ്സാണ് അതിനുശേഷം വന്നത്. കാരണം everybody started going digital and online. Everybody wanted to do SEO, everybody wanted to do videos. അപ്പം കൂടുതൽ ഡിമാൻഡാണ് ഞാൻ അതിനുശേഷം കണ്ടത്. തുടക്കത്തിൽ ഒരു ചെറിയ ഡിപ്പായിരുന്നു, പിന്നെ അതിനുശേഷം ഐ തിങ്ക് എവറിബഡി റിക്കവേർഡ് ആൻഡ് എംബ്രേസ്ഡ് ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ. ജിയോ പ്ലസ് കോവിഡ് എന്നുള്ളതൊരു ഭയങ്കര, അതെ, അതിന് പലരും പറയുന്നത് പ്രീ ജിയോ പോസ്റ്റ് ജിയോ പീരിയഡ് ആൻഡ് പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് പീരിയഡ് എന്നാണ് പറയുന്നത്, വിച്ച് ഇസ് ആപ്റ്റ്. പണ്ടൊക്കെ എനിക്ക് ഓർമ്മ നെറ്റ് ഓൺ ആക്കി നമ്മൾ മെസ്സേജ് നോക്കി ഓഫ് ആക്കും. കൾച്ചറിലല്ലോ അന്ന് മന്ത്ലി 1 GB ഡേറ്റ ചെയ്യുന്ന ആൾക്കാർക്ക് ഡെയിലി 2 GB മതിയാവുന്നില്ല. ആ ഒരു രീതിയിലേക്ക് ഡാറ്റ ഒന്നും നോക്കാറൊന്നുമില്ല. ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരും വൈഫൈ ഒന്നും ഉപയോഗിക്കില്ല, എല്ലാവരും ഡാറ്റയിൽ തന്നെ. സോ അത് വെരി ട്രൂ. ഇപ്പൊ ജിയോന്റെ കൾച്ചർ കാരണമായിരിക്കും മേ ബി കമ്പനീസ് ഇൻക്ലൂഡിംഗ് സ്വിഗ്ഗി, സൊമാറ്റോ അവരൊക്കെ ഇത്ര. പിന്നെ ക്രിയേറ്റർ എക്കോണമി ഓൾസോ ജസ്റ്റ് ടുക്ക് ഓഫ് ബിക്കോസ് ഓഫ് ജിയോ. കാരണം എനിക്ക് ഓർമ്മയുണ്ട് യൂസിൽ പോകുന്ന സമയത്ത് എനിക്കും ആ സമയത്ത് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, പക്ഷെ ഐ വാസന്റ് ഈവൻ സീരിയസ് അബൌട്ട് ഇറ്റ്. ഞാൻ വല്ലപ്പോഴും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ബ്ലോഗർ ഫ്രണ്ട്സ് തന്നെ ദേ സ്വിച്ച് ടു വീഡിയോ. ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഒരു 12, 13, 14, 15 ആ സമയത്തൊക്കെ. ആൻഡ് ദെൻ ബൈ ദ ടൈം ഐ ഗോട്ട് ബാക്ക് അവരെല്ലാവരും ഒരു മില്യൺ ലെവലിലൊക്കെ ആയിട്ട് യൂട്യൂബേഴ്സ് ആയിട്ട്. നമ്മൾ ടെക്നിക്കൽ ഗുരുജിയൊക്കെ ഇസ് എ ഫൈൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. യൂട്യൂബ് ഹി ജസ്റ്റ് യു നോ ടുക്ക് അവേ വിത്ത്. അപ്പോൾ അത് പലർക്കും അഡ്വാൻറ്റേജ് ആയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ ഇപ്പൊ ഇന്ത്യൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം. ഏത് ബ്രാൻഡ്സ് ആണെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഗൂഗിൾ ആഡ്സ്, മെറ്റ ആഡ്സ്, PPC, UGC വീഡിയോസ്, ഇങ്ങനെയൊക്കെ ഓരോ ടേംസ് കേൾക്കുമ്പോൾ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് എന്നുള്ള ഇമേജ് ആണ് ആളുകൾക്ക് കിട്ടുക. സോ അത് എത്രത്തോളം അവയർനെസ് നമ്മുടെ നാട്ടിൽ ഉണ്ട് അതിനെപ്പറ്റി? ആക്ച്വലി അത് അത്ര ടഫായിട്ടുള്ള കാര്യമാണോ? നാട്ടിൽ എങ്ങനെ അവയർനെസ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് എൻ്റെ കൃത്യമായിട്ടുള്ള ഡാറ്റ അറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇത് കോംപ്ലെക്സ് അല്ല, സിമ്പിളാണ്. ഐ മീൻ കോംപ്ലെക്സ് ആക്കുന്നതാണ്. ലൈക്ക് പീപ്പിൾ ലൈക്ക് മെറ്റ സർവൈവ് ചെയ്യണമെങ്കിൽ അത് കോംപ്ലെക്സ് ആക്കിയല്ലേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് കമ്പനീസ് ആണ് കോംപ്ലെക്സ് ആക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ഓൾ വെരി സിമ്പിൾ. ആസ് ഇൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിംഗ് ഈസ് എ വെർച്യു ഓഫ് സൈക്കോളജി ആൻഡ് ഇമോഷൻസ്, വെരി കോർ കോൺസെപ്റ്റ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഡിജിറ്റലിലോട്ട് വരുമ്പോഴേക്കും ദി ഓൺലി പ്രോബ്ലം ആസ് സച്ച് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ ഇസ് അതിൽ ഒത്തിരി ടൂൾസ് അവൈലബിൾ ആണ്, ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ തന്നെ നിങ്ങൾക്ക് മെറ്റയിൽ ആഡ് ഇടാം, യൂട്യൂബിൽ ആഡ് ഇടാം, PPC ഉണ്ട് ഗൂഗിളിൻ്റെ അകത്ത്. അപ്പം ഇങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും ഇത് ഏതാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാം ചെയ്യും. അപ്പോൾ എല്ലാം ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ വർക്കൗട്ട് ആവത്തില്ല, ചില കാര്യങ്ങൾ മാത്രമേ വർക്കൗ. അപ്പോൾ നെഗറ്റീവ് ഇത് വർക്ക് ചെയ്യത്തില്ല എന്നുള്ള ഡിസഡ്വാൻറ്റേജ് ആയിട്ടൊക്കെ പലരും കരുതും. അങ്ങനെയല്ല, ഇതിൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ചാനൽ വേണം എന്നുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടും. പിന്നെ അതിൽ നിന്ന് നമുക്ക് സ്കെയിൽ ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. കാരണം മാർക്കറ്റിംഗ് ഇസ് ഓൾവേസ് എൻ എക്സ്പെരിമെൻറ്റ്. ഞാനും നമ്മൾ ഡെയിലി ഓരോ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് അതിൽ നിന്ന് പഠിച്ച് യു ലേൺ ക്വിക്ലി. ഇഫ് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് യു ഫെയ്ഡ് ഇറ്റ് അവേ. ഇഫ് ഇറ്റ് ഇസ് വർക്കിംഗ് ദെൻ യു ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്, ഡബിൾ ഡൗൺ എന്നുള്ളതാണ് ഒരു മാർക്കറ്റിംഗിൻ്റെ കോർ കോൺസെപ്റ്റ്. പിന്നെ അതിൽ പല പല കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യണം. അതായത് ഈ ടാർഗറ്റ് ഓഡിയൻസിനാണോ, മറ്റേ ടാർഗറ്റ് ഓഡിയൻസിനാണോ, ഈ ഡെമോഗ്രാഫി ആണോ എന്നുള്ളത് ട്രൈ ചെയ്ത് വരുമ്പോഴേക്കും ഡാറ്റ ക്യാൻ ആക്ച്വലി പ്രൂവ് യു റോങ്. നമ്മൾ പലപ്പോഴും AC റൂംസിൽ ഇരുന്നിട്ട് CEOയും CMOയും എല്ലാവരും കൂടി ഇരുന്നിട്ട് പറയും, നമുക്ക് ഈ
ടാർഗറ്റ് ഓഡിയൻസ് മതി, അവർക്ക് വേണ്ടുന്ന എല്ലാം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും. പക്ഷെ ചെയ്തു വരുമ്പോഴായിരിക്കും മനസ്സിലാവുന്ന അവരെക്കാളും കൂടുതൽ എന്തൂസിയാസം വേറൊരു ടീം. അപ്പോൾ ഇത് ഡാറ്റ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടൊരു കോൺസ്റ്റന്റ് മോണിറ്റർ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പഠിച്ച് ഇവോൾവ് ചെയ്ത് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നത്തിങ് ഇസ് കോംപ്ലെക്സ്. ലാസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രക്ക് ഡ്രൈവേഴ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അത് ഞാൻ സൂപ്പർ മണി എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതിന്റെ പേരന്റ് കമ്പനിയുണ്ട് ഒപ്റ്റിമ ടാക്സ് റിലീഫ് എന്ന് പറഞ്ഞിട്ട്. വാട്ട് ദേ ഡു ഇസ് ടാക്സ് ലീൻ ഉള്ള ആൾക്കാർക്ക് ദേ പ്രൊവൈഡ് റിലീഫ്, വിച്ച് ഇസ് ദേ പ്രൊവൈഡ് എ സർവീസ് വെയർ ബൈ അവർ IRS ആയിട്ട് സംസാരിച്ച് ഒരു നെഗോഷിയേഷനിലെത്തി. നമ്മുടെ ലീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ടാക്സ് പെനാൽറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ ഗവൺമെന്റിന്റെ. അപ്പോൾ അത് നമുക്ക് ചെറിയ ഗഡുക്കളാക്കി ഇൻസ്റ്റാൾമെന്റ് പോലെയൊക്കെ ആക്കി തരും. അപ്പോൾ ഇവര് ചെയ്തു വരുമ്പോഴേക്കും ആദ്യം നമുക്കറിയില്ല ഇത് ആർക്കാണ് വേണ്ടതെന്നുള്ളത്. അറിയാം ദർ ഇസ് ലോട്ട് ഓഫ് പീപ്പിൾ ഹു നീഡ്സ് ദിസ് സർവീസ് എന്നുള്ളത്, പക്ഷെ ആരാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ പിന്നീട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, ഫേസ്ബുക്ക് ആഡ്സ് ഇടാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ പിച്ച് ചെയ്യുന്നതൊന്നും അവിടെ കേൾക്കുന്നില്ല. അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. ആൻഡ് ദേ ഡൂയിങ് വെരി ഗുഡ് ഓൾസോ. അതിൽ ഒരേ ഒരു സ്ട്രീമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നത്, അത് റേഡിയോ ആഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ സർപ്രൈസ്, റേഡിയോ ഇപ്പൊ ആരെങ്കിലും കേൾക്കും, അതും US കാലഘട്ടം ഇത് 2014, 13, 15 ആ സമയത്ത്. അപ്പോൾ ആരെങ്കിലും കേൾക്കോ എന്നുള്ളതാണ് എൻ്റെ ഇത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് ഡ്രൈവേഴ്സ് ആണ് ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ്, ഏറ്റവും കൂടുതൽ ടാക്സ് ലീൻസ് ഒക്കെ ഉള്ള ഒരു സെഗ്മെന്റ്. അപ്പോൾ അവർക്ക് റീച്ച് ഉള്ളത് ഏറ്റവും ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഏറ്റവും കൂടുതൽ അവർ കേൾക്കുന്നത് റേഡിയോ ആണ്. ബിക്കോസ് ഓൺ ദ ഗോ ദേ വിൽ ബി ലിസണിങ് ടു റേഡിയോ. അപ്പോൾ അതിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ബെനിഫിഷ്യൽ. അല്ലാതെ കണ്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ റീടാർഗറ്റിങ്ങോ ഇൻസ്റ്റാഗ്രാം ആഡ്സ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ആൻഡ് ദാറ്റ് വർക്ക് റിയലി വെൽ ഫോർ ദം ആൻഡ് ദേ ഓൾവേസ് യൂസ് ടു ഡബിൾ ഡൗൺ ഓൺ ദാറ്റ്. അതിൽ അതിൻ്റെ അകത്ത് എക്സ്പെരിമെന്റ്സ് ചെയ്യും കേട്ടോ. കാരണം കോൾ ടു ആക്ഷൻ ഒക്കെ മാറ്റി നമ്മൾ കൊടുക്കും ഓരോ ആഡ്സിനും. റേഡിയോ ആക്ച്വലി വിൽ ബി സർപ്രൈസ്, അതിനും അതിൻ്റെ ഒരു റെസ്പോൺസും ട്രാക്കിങ്ങും ഒക്കെ അതിൻ്റെ സിസ്റ്റംസ് ഉണ്ട്. കാരണം ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഹൗ ഡു യു നോ വെദർ ദിസ് ഗൈസ് ആർ കോളിംഗ് ബാക്ക് ഓർ യു ഗെറ്റിംഗ് ROI ഫ്രം ദിസ്. കാരണം റേഡിയോ ആഡ് കൊടുക്കുന്നു, ആരോ കേൾക്കുന്നു, വേറെ ആരോ വിളിക്കുന്നു എന്നായിരിക്കില്ലേ. എങ്ങനെയാണ് ഈ കേട്ട ആള് തന്നെയാണോ വിളിച്ചതെന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ലിങ്ക്സ് ഉണ്ട്, ട്രാക്കേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ മെക്കാനിസംസ് ഇതിലുണ്ട്. അതിന്റെ എയർ ടൈം വെച്ച് ട്രാക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന 1-800 നമ്പേഴ്സ് ഉണ്ട്. അത് ആ പർട്ടിക്കുലർ സ്ലോട്ടിലായിരിക്കും സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് വെച്ച് ട്രാക്ക് ചെയ്യാം. ഇന്ന ചാനലില് ഇന്ന ഇതിലാണ്. അപ്പൊ എല്ലാവർക്കും ഒറ്റ നമ്പർ അല്ല. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇറ്റ് വാസ് എ ഗുഡ് ലേണിംഗ്. ഡേറ്റയുടെ പവർ ഓഫ് ഡേറ്റ. പ്രോബ്ലി വേറെ ഒരു കോമ്പറ്റീറ്റേഴ്സും അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അല്ല, ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി എക്സ്പെരിമെന്റ് ചെയ്യണം. നമ്മൾ ഇതൊക്കെ ഐ എം ഷുവർ ഇറ്റ് കെയിം അബൌട്ട് ബിക്കോസ് ഓഫ് എ പ്രോബ്ലം. കാരണം ROI ഇല്ല. ആ സമയത്തൊക്കെ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ROI എങ്ങനെ മെഷർ ചെയ്യും. ഞാൻ ആഡ്സ് കൊടുക്കുന്നു, ROI എങ്ങനെ മെഷർ ചെയ്യുന്നത്. അപ്പം കാരണം ഈ ലാസ്റ്റ് ക്ലിക്ക് ആട്രിബ്യൂഷൻ, ഫസ്റ്റ് ക്ലിക്ക് ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അത് മാർക്കറ്റിംഗ് ഫോളോ ചെയ്യുന്നവർക്കറിയാം. കാരണം ഇപ്പോൾ ഒരാള് PPCയിൽ നമ്മളൊരു പെർ ക്ലിക്കിന് ₹1 വെച്ചിട്ട് നമ്മൾ ബിഡ് ചെയ്യുന്നു. ഒരു ദിവസം 100 പേര് നമ്മുടെ സൈറ്റിൽ വരുന്നു എന്ന് വിചാരിക്കുക. അവർ ഉടനെ എന്തായാലും വാങ്ങിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ ഒരു 2% 1% വാങ്ങിക്കും സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു കോൺടാക്ട് ഫോം സൈനപ്പ് ചെയ്യും. ബാക്കിയുള്ളവർ സ്പിൽ ഓഫ് ആണ്, അവർ വേറെ സ്ഥലത്തോട്ട് പോവുക ചെയ്യാം. അപ്പം നമ്മൾ വിചാരിക്കും അതെല്ലാം പോയി, അതിന് ഗുണമൊന്നുമില്ല, നമ്മൾ കൊടുത്ത പൈസ എല്ലാം പോയി എന്ന് വരിക്കും. പക്ഷെ അങ്ങനെയല്ല. അവർ തിരിച്ചു പോയിട്ട് ചിലപ്പോൾ ഓർഗാനിക് വഴിയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയായിരിക്കും വരുന്നത്. അത് പലപ്പോഴും ആ സമയത്ത് പല ടൂൾസും ട്രാക്ക് ചെയ്തിരുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ വേറെ ചാനലിലോട്ടാണ് അത് ആട്രിബ്യൂട്ട് ചെയ്യുക. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ ആദ്യം വരുന്നത് ചിലപ്പോൾ PPC എന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓർഗാനിക് ആയിരിക്കാം. അപ്പൊ ഈ ഒരു ആട്രിബ്യൂഷൻ പ്രോബ്ലം അന്നേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, കുറേയൊക്കെ സോർട്ട് ആയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ടൂൾസ് ഒക്കെ കുറേ കൂടി സ്മാർട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം അന്നേ ഉണ്ടായിരുന്നു. സോ ബേസിക്കലി ഈ മാർക്കറ്റിംഗ് നമ്മൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുമെങ്കിലും അൾട്ടിമേറ്റ്ലി നമുക്ക് സാധനം വിൽക്കണം. അതെ, അതാണല്ലോ നമ്മൾ അൾട്ടിമേറ്റ്ലി കാശ് വീഴണം. അതെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും 2 പെർസോണാസ് ആയിരിക്കും ഉണ്ടാവുക ഈ മാർക്കറ്റിംഗ് ആസ്പയർ ചെയ്യുന്ന. ഒന്ന് സ്റ്റുഡൻസ് ആയിരിക്കും. സോ ഇതർ ബിക്കോസ് അവർക്ക് ഒരു കമ്പനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് റോളിൽ കയറി പറ്റണം എന്നുള്ളതായിരിക്കും. ഒന്ന് 2 ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും. ഇതർ ബിക്കോസ് അവർക്ക് ടീം ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ട്രൈ ഔട്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും. സോ നമ്മൾ ഈ സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവ് എടുത്താൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിന് നാട്ടിലുണ്ട്? കാരണം ഈ ഇൻഫർമേഷൻ ഇപ്പം ഭയങ്കര ഡെമോക്രറ്റൈസ് ചെയ്യപ്പെട്ടു, വളരെ ഈസിയാണ്. കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. അപ്പൊ എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഒരു സ്റ്റുഡന്റിനുണ്ട്? ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഐ കാൺ സ്ട്രെസ് ഇനഫ്. കാരണം കുട്ടികൾ, നമുക്കറിയാം ഇന്ന് എന്താ സംഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പം AI എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇന്നലെ കണ്ട കാര്യങ്ങളല്ല ഇന്നുള്ളത്, ലിറ്ററലി. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ട്രൈ ചെയ്ത ടൂള് ഇന്ന് ഔട്ട്ഡേറ്റഡ് ആണ്, ബിക്കോസ് ദർ ഇസ് എ ബെറ്റർ ടൂൾ. അപ്പം ദർ ഇസ് എ ലോട്ട് ഓഫ് ന്യൂ ടൂൾസ് കമ്മിങ്, ന്യൂ technology coming in, new
ട്രയൽസ് ഹാപ്പനിങ്, ന്യൂ എക്സ്പെരിമെന്റ്സ് ഹാപ്പനിങ് ഇൻ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ എന്ന് തന്നെ ഞാൻ പറയുന്നില്ല, ഇറ്റ് ഈസ് ഇവോൾവ് ഇൻ ടു വെർച്വൽ റിയാലിറ്റി ഉണ്ട്, അതിൽ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. അപ്പം ഐ തിങ്ക് ഇൻ ദ ഫ്യൂച്ചർ സ്റ്റുഡൻസിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ലിമിറ്റ് ചെയ്യാതെ മാർക്കറ്റിംഗ് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് വരുന്ന പുതിയ ചാനലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. അത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ജെൻ സി അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ജനറേഷൻ, അവർക്ക് പെട്ടെന്ന് കുറേ കൂടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ്. ഇപ്പം എനിക്കൊക്കെ ഞാനൊരു 90s കിഡൊക്കെ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാവുമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവത്തില്ല. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, അവർ ഈ എന്താ പറയുക സ്ക്രീൻ ടൈം ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ടും മൊബൈൽ ഫസ്റ്റ് ജനറേഷനൊക്കെ ആയതുകൊണ്ടും അവർക്ക് നേറ്റീവ് ആണത്. അപ്പോൾ പല കാര്യങ്ങളും അവർ എംബ്രേസ് ഇപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോട്ട് യു ക്യാൻ ഡു ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ അതാണ് പറയുന്നത്. ഇപ്പം സ്കൂളിൽ പോയിട്ടൊന്നും സമയങ്ങളുടെ ആവശ്യമില്ല, കോളേജിൽ പോയിട്ടൊന്നും അവർ പഠിപ്പിച്ചു വരുമ്പോഴേക്കും പരിപാടികളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു വർഷം ഇസ് എ ബിഗ് ടേം അല്ല ബിഗ് ടൈം. അപ്പോൾ അപ്പോഴേക്കും എല്ലാം മാറി മറിഞ്ഞ് പുതിയ ടൂൾസ് പുതിയ ടെക്നോളജി വന്നു. അപ്പോൾ അത് പഠിക്കുക ആദ്യമേ തന്നെ. ഡിഗ്രി ഒന്നും വേണ്ടാന്നല്ല പറയുന്നത്, അതൊരു സൈഡിൽ നടന്നോട്ടെ. പക്ഷെ നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് പുതിയ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പഠിച്ച് എംബ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ലോട്ട് യു ക്യാൻ ഡു ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഫ്രീ ആണെന്ന് പറയുന്നത്. ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഈസ് ഓൾവേസ് ഫ്രീ. ഞാൻ പഠിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ യൂട്യൂബിലാന്ന് പറയുന്നത്, നോട്ട് എനി കോളേജ്. സോ അപ്പം ഈ നമ്മൾ ജോബ് റോൾസിന്റെ കാര്യം പറയാന്ന് വിചാരിക്കാം. എന്തൊക്കെ ടൈപ്പ് ജോബ് റോൾസ്, ഇപ്പൊ ജോബ് നോക്കുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് റോൾസ് ആയിരിക്കും ഒരു സ്റ്റുഡന്റിന്? ഇഷ്ടം പോലെ. ഇപ്പം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5 years മുന്നേ വരെ ഇപ്പോൾ ഒരു PPC എക്സ്പേർട്ട്, ഒരു സോഷ്യൽ മീഡിയ എക്സ്പേർട്ട്, ഒരു ഓർഗാനിക് എക്സ്പേർട്ട്, SEO എക്സ്പേർട്ട്, ഇത്രയൊക്കെ മതി എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൺ എ കമ്പനി. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ യു ഹാവ് ഒരു എഡിറ്റർ വേണം, ഒരു വീഡിയോ കണ്ടന്റ് ജനറേഷൻ മെഷീൻ വേണം, യു നീഡ് എ റൈറ്റർ, യു നീഡ് ടൂൾസ് സ്റ്റിച്ച് ഒരുമിച്ചാക്കുന്ന ഒരാൾ, ഉപയോഗിക്കുന്ന ഒരാൾ വേണം, ഒരു ഡാറ്റ അനലിസ്റ്റ് വേണം. സോ ദ റോൾസ് ആർ കമ്മിങ് അപ്പ് മോർ ആൻഡ് മോർ ആൻഡ് ആസ് വി സ്പീക്ക് ദേ ആർ ഇവോൾവിങ് ആസ് വെൽ. സോ എനിക്ക് തോന്നുന്നു ഒരു AI ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു റോൾസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനക്ഡോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് AI വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അതായത് ചിത്രം വരയ്ക്കല് അല്ലെങ്കിൽ പാട്ടുപാടലൊക്കെ മീനിയൽ, അതായത് പലരും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ജോബുകൾ മാത്രമേ AI ടേക്ക് ഓവർ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പോയ ജോബ്സ് ക്രിയേറ്റീവ് ആയിട്ടുള്ളതാണ്. ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക, മ്യൂസിക് കമ്പോസിങ്, ഇതൊക്കെയാണ് ഇപ്പം AI ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂവീസ് വരെ, ആക്ടേഴ്സ് പോലും വേണ്ട. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജനറേറ്റീവ് AI കഴിഞ്ഞ് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഏജന്റിക് AI എന്ന് പറയുന്ന ഒരു ഫേസ് ആണ്. വേർ യു സ്റ്റിച്ച് ടുഗെദർ ഡിഫറെന്റ് തിങ്സ് ആൻഡ് ഗെറ്റ്സ് ഏജന്റ്സ് ടു ഡു തിങ്സ്, AI ഏജന്റ്സ്. അപ്പോൾ അതിനോട് ആയിരിക്കും മേ ബി ഒരു നെക്സ്റ്റ് 2 years ഉണ്ടാവുള്ളൂ. അതിനുശേഷം വേറെ സെന്റിയന്റ് AI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ഓപ്ഷൻസ് വരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലോട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അത് ബന്ധപ്പെട്ടുള്ള റോൾസ് ആയിരിക്കും കൂടുതൽ. AI ഏജന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ അത് ഡാറ്റ ട്രാക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ പണിയെടുപ്പിക്കാം എന്നൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കും എനിക്കൊന്ന് കൂടുതൽ വാല്യുബിൾ. കാരണം ഡാറ്റ അനലിസ്റ്റ് ഒക്കെ ഐ തിങ്ക് ഈസ് വെരി റീപ്ലേസബിൾ വിത്ത് എ ടൂൾ, ബട്ട് ഹൂ ക്യാൻ prompt or give instructions to AI, that is the guy who's valued most today. അല്ലെ, ഒരു ChatGPT ടൂൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ആ പ്രോംപ്റ്റ് എങ്ങനെ എഴുതാം എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്കാണ് ഇന്ന് വാല്യൂ ഉള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഈ ടൂൾസ് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം അല്ലെങ്കിൽ അത് എങ്ങനെ നമ്മുടെ ഗോൾസിനോട് ചേർന്ന് അടുത്ത് നിൽക്കും എന്നൊക്കെ മനസ്സിലാക്കുന്ന ടൈപ്പുള്ള റോളുകളായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ChatGPT വന്ന് ഭയങ്കര ബൂമായിരുന്ന സമയത്ത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള ടേം ഭയങ്കര ബൂം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് വീണ്ടും താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വിചാരിച്ച അത്ര ഈസി അല്ല പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു റിയലൈസേഷൻ വന്നിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ChatGPT ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് ChatGPT കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റും നല്ല പ്രോംപ്റ്റ് വെച്ച്. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ, പലർക്കും അറിയില്ല ChatGPT കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് വാക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റില് പലർക്കും അറിയില്ല, ദർ ആർ ഫ്രെയിം വർക്ക്സ് അവൈലബിൾ വേർ യു ക്യാൻ ടെൽ ChatGPT ഇൻ എ പർട്ടിക്കുലർ ഫോർമാറ്റ്. പലരും ChatGPTന്റെ പേര് ചാറ്റ് എന്നുള്ളതുകൊണ്ട് ഇത് ചാറ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞാൽ മതി എന്നാണ് അവരുടെ ധാരണ. ആ പേര് തന്നെ ഒരു പ്രശ്നമാണ് ChatGPTക്ക്. അപ്പം അങ്ങനെയല്ല, നമുക്ക് പറയുന്നതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ പഠിച്ച് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് യു വിൽ ബി സർപ്രൈസ്ഡ്. കാരണം ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം.
ഇമാജിൻ യുവർ സെൽഫ് ആസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ്. ഇപ്പം ഒരു കുട്ടിക്ക് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, പക്ഷെ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നറിയില്ല. അപ്പൊ നമ്മൾ ChatGPT-നോട് പറയാണ്, ഇമാജിൻ യുവർ സെൽഫ് ആസ് എ സയന്റിസ്റ്റ്. നൗ put yourself in the shoes of a teacher and explain quantum physics to a 10-year-old in the most easiest way using stories or other such things. In a story that is less than 500 words or something. And restrictions കൊടുക്കുക. അപ്പൊ അതിൽ ആ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇമാജിൻ യുവർ സെൽഫ് ആസ് എ, പിന്നെ ഒരു ഗോൾ കൊടുക്കുന്നു, പിന്നെ അതിന് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുന്നു, പിന്നെ അതിനൊരു ഫോർമാറ്റ് പറയുന്നു. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ഒരു ഫ്രെയിം വർക്കിൽ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ChatGPT can work a lot more efficiently and the output will be so much more better. അപ്പം ഇത് പലർക്കും അറിയില്ല. എല്ലാവരും പറയുന്നത് എന്താ, ടീച്ച് മീ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ്. അപ്പൊ അത് അതിനിഷ്ടമുള്ള രീതിയിലാണ് പറയാം. അപ്പോ ഈ ഒരു കഴിവ് പലർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ വാല്യുബിൾ ആയിരിക്കും എന്നുള്ളതാണ് സത്യം. ഈവൻ സ്വന്തം ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സർവീസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായിരിക്കും. കാരണം ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും ഈ ടൂൾസ് ആക്സസിബിൾ ആണല്ലോ. പിന്നെ ഇപ്പം വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ എനിക്കുണ്ടായിരുന്ന ഒരു ഫ്രസ്ട്രേഷൻ, നമുക്ക് കോഡിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. കോഡിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡിയാസ് ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഒരു സംഭവം ചെയ്തു വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടീം ഓഫ് കോഡേഴ്സ് വേണം. ഇന്നിപ്പോ ആ പ്രശ്നമില്ല. ഇന്നിപ്പോ ഒരു നോ കോഡ് മൂവ്മെന്റ് ആണ്. അതായത് AI തന്നെ നമുക്ക് വേണ്ടി പ്രോംപ്റ്റ് പറഞ്ഞാൽ മതി, മേക്ക് മീ ആൻ ആപ്പ് ദാറ്റ് ഡസ് ദിസ് ദിസ് ആൻഡ് ദിസ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു അവസ്ഥയുണ്ട്, ഇൻക്ലൂഡിംഗ് UI കോഡ് എവറിത്തിങ്. ഇപ്പം സുമിത് ദുക്കാന്റെ ഫൗണ്ടർ, ഹി ലോഞ്ച്ഡ് എ വെബ്സൈറ്റ് കോൾഡ് rollout.site. വാട്ട് ഇറ്റ് ഡസ് ഇസ്, അതിൽ പോയിട്ട് നമ്മൾ rollout.site എന്നാണ്, അതിൽ പോയിട്ട് പറയാണ്, മേക്ക് മീ എ വെബ്സൈറ്റ് ദാറ്റ് ലുക്സ് ലൈക്ക് amazon.com വേർ ഐ ക്യാൻ സെൽ ക്ലോത്ത്സ് ഓൺലി നോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുൾ വെബ്സൈറ്റ് ഉണ്ടാക്കി അതിന്റെ UX-ഉം UI-യും എല്ലാം സെറ്റാക്കി, കോഡ് വിത്ത് CSS ഫയൽസ് എവറിത്തിങ് വിത്തിൻ 5 minutes you will get it. Within 5 minutes. I'm not even exaggerating. When was this possible? അല്ലേ? അപ്പൊ എനിക്ക് കോഡേഴ്സിന്റെ ജോലി പോയി എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. അതിന്റെ ഒരു മേൽനോട്ടവും ഹ്യൂമനൈസേഷനും അതിൽ വേണം. പക്ഷെ കുറെ പേരുടെ ജോലി പോയില്ലേ? അപ്പോ ദിസ് ഇസ് വേർ വി ആർ ഹെഡഡ്. അപ്പോ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടും വരാം, ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരന് പോലും കോഡിങ് അറിയാത്ത ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചെടുക്കാനും കഴിയും. അപ്പോ ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. പക്ഷെ ഈ കാലം മാറുന്തോറും ഇപ്പം ഈ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒക്കെ ഭയങ്കര ഡെമോക്രാറ്റൈസ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ റീൽസ് ഒക്കെ വന്ന ശേഷം അറ്റൻഷൻ സ്പാൻ ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാർക്കറ്റിംഗിൽ വലിയൊരു ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവോൾവിംഗ് ടേസ്റ്റുകൾ ഉണ്ടല്ലോ ആളുകളുടെ. ഇപ്പൊ എനിക്ക് ഇന്നൊരു ഇൻട്രസ്റ്റ് ആണെങ്കിൽ നാളെ അതായിരിക്കില്ല. അപ്പൊ ആ ചേഞ്ചിങ് ടേസ്റ്റിനെ എങ്ങനെ ആളുകൾ അല്ലെങ്കിൽ ബ്രാൻഡ്സ് അല്ലെങ്കിൽ മാർക്കറ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്യണം, എങ്ങനെ ഇവോൾവ് ചെയ്യണം, അതനുസരിച്ച് വലിയൊരു ചാലഞ്ച് അല്ലേ? അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മൾ പലപ്പോഴും പറയുന്നൊരു പല ടോക്സിലും സ്റ്റേജസിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത്, വി ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ ഹു ഹാവ് ദി അറ്റൻഷൻ സ്പാൻ ഓഫ് എ ഗോൾഡ് ഫിഷ് അല്ല, പലരും പറയുന്നതാണ്. ഐ ഡോണ്ട് തിങ്ക് വി ആർ ഡീലിംഗ് വിത്ത് ഗോൾഡ് ഫിഷസ്. കാരണം അറ്റൻഷൻ സ്പാൻ അല്ല കുറഞ്ഞിട്ടുള്ളത്, ദി ഓപ്ഷൻസ് ഹാവ് ബിക്കം മോർ. പണ്ട് നമുക്ക് ദൂരദർശനം ഉണ്ടായിരുന്ന സമയത്ത് ഒരു രാമായണോ ഒരു മഹാഭാരതം ഞായറാഴ്ച 1 മണിക്കൂർ എയർ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എല്ലാവരും വരും, പിന്നെ എല്ലാവരും പോകും. അന്ന് ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ചാനൽ മറ്റേ ഡിഷ് TV, പിന്നെ കേബിൾ TV, അപ്പൊ ഓപ്ഷൻസ് കൂടി വന്നു. അപ്പം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു ഏകദേശം ഒരു സാച്ചുറേറ്റഡ് പോയിന്റിലാണ്. വേർ യു ഹാവ് റീൽസ്, യു ഹാവ് യൂട്യൂബ്, യു ഹാവ് ചാനൽസ്, യു ഹാവ് എവറിഥിങ്. അപ്പോൾ ഓപ്ഷൻസ് കൂടി, അറ്റൻഷൻ സ്പാൻ കറക്റ്റാണ്. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് പീപ്പിൾസ് അറ്റൻഷൻ. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദർസ് എ ഫോർമുല ഫോർ മാർക്കറ്റിംഗ് വിച്ച് ഇസ് യു ഐഡന്റിഫൈ ദ റൈറ്റ് പേഴ്സൺ, യു ഐഡന്റിഫൈ ദ റൈറ്റ് മെസ്സേജ് ആൻഡ് യു ഗിവ് ദ റൈറ്റ് പ്രോഡക്റ്റ്. ഈ 3 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ദെൻ യുവർ മാർക്കറ്റിംഗ് ഇസ് ഗോൾഡൻ. അപ്പോൾ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, എവല്യൂഷൻ ഇസ് എ മസ്റ്റ്. കാരണം ആർക്കും ഇത് ഒഴിവാക്കാനോ മാറി നിൽക്കാനോ കഴിയില്ല. പണ്ട് നമ്മുടെ
വലിയ ഫോൺസ് കണ്ടിട്ടുണ്ടോ? മൊബൈൽ ഫോൺ വന്ന സമയത്തുള്ള ഇത്ര വരുമോ അത്? ഇങ്ങനെയൊക്കെ പിടിച്ച് സംസാരിക്കാം, ആന്റിന ഒക്കെ പൊക്കി വെച്ച്. ഇത് വന്ന സമയത്ത് എസ്കോട്ടിൽ എന്നൊക്കെ പറഞ്ഞ കമ്പനിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ പലരും പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് മറ്റേ മൂലയ്ക്ക് ഇരിക്കുന്ന കറക്കുന്ന ഫോൺ മതി എന്ന് പറഞ്ഞ പലരും ആൾക്കാരുണ്ട്. അപ്പോൾ പറഞ്ഞില്ല നിങ്ങൾക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം എന്ന് പറയുമ്പോൾ അവർ ചീത്തയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്, വട്ടാണോ എന്നൊക്കെ പറഞ്ഞു. ഇന്ന് അവരാണ് രാവിലെ ഇരുന്ന് മറ്റേ വാട്സാപ്പിൽ സുപ്രഭാതം മെസ്സേജിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ AI ഇന്ന് വരുമ്പോൾ പലരും പറയുന്നുണ്ട് AI നമ്മുടെ എന്താ പറയാ നമ്മുടെ മുടിക്കുന്നോ, നമ്മളെ ടേക്ക് ഓവർ ചെയ്യുന്നോ, ഈവിളാണെന്നോ ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. യുവൽ നോവ ഹരാരി എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ഒക്കെ ഉണ്ട്. ഹി സേസ് a lot of things criticizing about AI and nothing against him or anything, but all of these things are a part of evolution അല്ലേ. particularly ടെക്നോളജി വരുമ്പം ഇതൊക്കെ മാറി മറിഞ്ഞു വരും. നിങ്ങൾ അതിൻ്റെ പാർട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഒഴിഞ്ഞ് മാറി എനിക്കിത് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ 100% ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എവല്യൂഷൻ ഇസ് എ പാർട്ട് ഓഫ് ദ ഹോൾ ദ പ്രോസസ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഏതൊക്കെ ബ്രാൻഡ്സിന് ഇതൊക്കെ പുതുതായിട്ട് വരുന്ന കാര്യങ്ങൾ എംബ്രേസ് ചെയ്യാൻ പറ്റുമോ അവർ സർവൈവ് ചെയ്യും. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല റീൽസും പല കണ്ടന്റും ആഡ്സും ഒക്കെ കാണുമ്പം പഴയ കമ്പനികൾ, നമ്മളിവരൊക്കെ ഇതിലോട്ട് വരുമോ എന്ന് തന്നെ ഡൗട്ട് അടിച്ച കമ്പനികൾ ഇന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അൽത്താസ ഷവർമ അവർ റീൽസ് ഇറക്കുന്നു, അല്ലെങ്കിൽ അതേപോലെ പല പല അജ്മി ഫുഡ്സ് അവർ വളരെ സോഷ്യലാണ്. അങ്ങനെ നല്ല എക്സാമ്പിൾ ആയിരിക്കും മിൽമ എന്ത് നടന്നാലും സോഷ്യൽ മീഡിയ, അതൊരു അമൂലിന്റെ അതേ ഒരു ബ്രാൻഡ് സ്ട്രാറ്റജി എടുത്തിട്ട്. അപ്പൊ അങ്ങനെ ദീസ് ആർ ഓൾ എന്താ പറയാ ഗോയിങ് ബാക്ക് ടു ദി റൂട്ട്സ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇതാണ് അവർ ചെയ്യുന്നത്. കാരണം ഒരു കണ്ടന്റ് അത് കറക്റ്റ് ആയിട്ടുള്ള ആളുടെ അടുത്ത് കറക്റ്റ് ഫോർമാറ്റിൽ കൊടുത്താൽ ഈ അറ്റൻഷൻ സ്പാൻ ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മളത് കണ്ടിരിക്കും, ആസ്വദിക്കും, ഷെയർ ചെയ്യും. ഞാൻ പലരോടും പറയും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇസ് എ സക്സസ് ഇഫ് സംബഡി ഷെയർസ് ഇറ്റ് വിത്ത് സമ്മൺ. അല്ലാതെ ഏജൻസി ചിലപ്പോൾ നിങ്ങളോട് പറയും കളേഴ്സ് അടിപൊളിയായിട്ടുണ്ട്, ലോഗോ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് ആര് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇന്ന് അതാണ് എക്കണോമി. ഇപ്പം ഞാൻ ബാക്ക് ടു ഇന്ത്യൻ്റെ കാര്യത്തിൽ എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന്. എൻ്റെ ഒരേ ഒരു സ്ട്രാറ്റജി ഉള്ളൂ. ഇഫ് സംബഡി ഒരു ഫ്രൈഡേയോ സാറ്റർഡേ ആയാലും ഒരു പാർട്ടിക്കോ ഒരു ഗെറ്റ് ടുഗദറിനോ ഒരു ഫാമിലി മീറ്റപ്പിനോ പോകുമ്പം ഇഫ് സംബഡി ക്യാൻ ടെൽ ടു ദി അതർ പേഴ്സൺ ഓർ ദേ ഫീൽ ലൈക്ക് ടെല്ലിങ് ടു ദി അതർ പേഴ്സൺ ബോസ് ബാക്ക് ടു ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഒരു NRIനോട് പറയാൻ അവർക്ക് തോന്നിയാൽ മൈ മാർക്കറ്റിംഗ് ഇസ് ഡൺ. അല്ലാതെ അതിൻ്റെ അകത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടോ, യൂട്യൂബാണോ, ഇൻസ്റ്റാഗ്രാം ആണോ, ഫേസ്ബുക്ക് ആണോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ദെൻ ഐ വിൽ ഡു വാട്ട് എവർ ഇറ്റ് ടേക്സ് ടു മേക്ക് ദാറ്റ് പേഴ്സൺ തിങ്ക് ലൈക്ക് ദാറ്റ്. അപ്പം അതേപോലെ എല്ലാ ബ്രാൻഡുകളും തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പുതിയ കാര്യങ്ങളൊക്കെ എംബ്രേസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. അതിനെനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ടൈം ഇപ്പോഴാണ്. കാരണം എല്ലാ രീതിയിലുള്ള എക്സ്പെരിമെന്റ്സും നമുക്ക് ചെയ്യാം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മിനിമം ഒരു 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏജൻസിനെ നമുക്ക് ഓൺബോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നൊരു 5000 രൂപയോ എന്തിന് 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ആഡ് നിങ്ങൾക്ക് തന്നെ റൺ ചെയ്യാം. ചെറിയ കുട്ടികൾ വരെ ചെയ്തു തരുമോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യണ്ട, എക്സ്പെരിമെന്റ് ചെയ്യാമല്ലോ. പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആ പോയിന്റ് പറഞ്ഞപ്പോഴാണ് ഇപ്പം മടിച്ചു നിൽക്കുന്ന കുറെ ക്രിയേറ്റേഴ്സ് ആവാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവില്ലേ. ഒരു ഫോൺ മാത്രം മതി ഇന്നത്തെ കാലത്ത്, ജസ്റ്റ് ട്രൈ ഇട്ട് എന്നുള്ള സംഭവം. അതും നേരത്തെ പറഞ്ഞ എലിമെന്റ് പോലെ തന്നെ ഫാൻസി എഡിറ്റിംഗ് ഒന്നും ആവശ്യമില്ല, ആ ഷെയറബിലിറ്റി ആണ്. ഇപ്പൊ നമ്മൾ ചില കോണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല എഡിറ്റിംഗ് ഫ്രണ്ടില്, ക്യാമറ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒരു ഗ്രെയിൻസും ബ്ലർഡും ഒക്കെ ആയിരിക്കും. എന്നാൽ പോലും ആ വാല്യൂ കാരണം മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ കിട്ടുന്ന വീഡിയോസ് ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഓൾ ഗോസ് ബാക്ക് ടു ഹ്യൂമൻ ഇമോഷൻസ്. നമ്മൾ വി ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ. അപ്പോൾ പലരും ഇപ്പൊ യൂട്യൂബ് ചെയ്യണമെന്നോ ഇൻസ്റ്റാഗ്രാം ചെയ്യണമെന്നോ താല്പര്യമുള്ളവരുണ്ട്, മടിച്ചു നിൽക്കുന്നവര്. അവർ വിചാരിക്കുന്ന വെച്ചാൽ അയ്യോ എന്നെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കാണൂല, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഇതൊന്നുമല്ല സത്യം. നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു 10 പേരെങ്കിലും ഉണ്ടാവും എവിടെയെങ്കിലും. അവരിലോട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക ആദ്യം. അത് ഞാനൊരു ലോയൽ ഓഡിയൻസ് എന്ന് പറയും. അവരെ ആദ്യം കണക്ട് ചെയ്ത് അവരെ മാത്രം നിങ്ങൾ സെർവ് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതേപോലത്തെ മറ്റ് ക്ലസ്റ്റേഴ്സ് നിങ്ങൾ അറിയാതെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ദി ആൽഗോരിതം വിൽ സപ്പോർട്ട് യു. അപ്പം ഇന്ന് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട, ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഒരു അദ്ദേഹം ഉണ്ട്, അയാളുടെ പേര് എനിക്കറിയില്ല. പുള്ളി ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു സ്റ്റില്ലടിച്ച പോലെ നിൽക്കും, അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പ്ലേ ചെയ്യും. അപ്പം അത് കാണാൻ മില്യൺ വ്യൂസ് ആണ്, ആൾക്കാരുണ്ട് അത് കാണാനായിട്ട്.
അപ്പോൾ അത് വർക്ക് ചെയ്യുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ആൾക്കാരുണ്ടാവില്ല കേൾക്കാൻ. അപ്പോൾ ദർ ഇസ് നത്തിങ് ആസ് പെർഫെക്റ്റ്. ഇറ്റ്സ് ഓൾവേസ് എൻ ഐറ്ററേറ്റീവ് പ്രോസസ്. മാർക്കറ്റിംഗ് ഇസ് എൻ ഐറ്ററേറ്റീവ് പ്രോസസ്. യു ഡു എ സ്ക്രാപ്പി ജോബ്. അതായത് തുടക്കുമ്പോൾ MKBHD എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട്, അറിയാമല്ലോ. പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഓൾഡ് വീഡിയോ കാണാൻ സാധിക്കും. 10-15 വർഷം മുമ്പുള്ള വീഡിയോ ആണ്. അതിൽ പുള്ളി ചെയ്ത വീഡിയോ കാണാം. അവിടുന്നാണ് പുള്ളി ഇന്ന് 4K ഉള്ള റെഡ് ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. അല്ലാതെ ആദ്യത്തെ ദിവസം 4K റെഡ് ക്യാമറ വെച്ചല്ല ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കാണുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ പ്രോഗ്രഷൻ. അപ്പൊ നിങ്ങൾക്ക് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ, അതിനുള്ള മൈലേജ് നിങ്ങൾക്കുണ്ടോ, അതിനുള്ള കണ്ടന്റ് നിങ്ങൾക്കുണ്ടോ, പാഷൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ പലരോടും പറയും, നിങ്ങളുടെ ഒരു ചാനൽ തുടങ്ങാൻ നേരത്ത് മറ്റുള്ളവരുടെ ചാനൽ കണ്ട് തുടങ്ങരുത്. എപ്പോഴും നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ സോഷ്യൽ ഇഷ്യൂസ് ആണെങ്കിൽ അങ്ങനെ, സിനിമ റിവ്യൂസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തമാശയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, എന്തായിരിക്കും അവിടെ അതിനൊരു ട്രൈബ് ഉണ്ട്, എവിടെയോ ഉണ്ട്. ഞാനീ പറഞ്ഞ പോലെ 10 പേര് സ്റ്റാർട്ട് ഓഫ് ഇസ് ദെയർ വിൽ സേ ഓ വാവ് ഞാൻ ഇത് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്ന് പറയുന്ന ഒരാളുണ്ടാവും. പക്ഷെ നിങ്ങൾ മടിച്ചു നിന്ന് കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അയാളുടെ അടുത്ത് കണക്ട് ചെയ്താൽ പിന്നെ അതേപോലത്തെ പല ആൾക്കാരുടെ അടുത്ത് ഓട്ടോമാറ്റിക്കലി സ്കെയിലായി പോയിക്കോളും. അവിടെ ഉള്ളൊരു പോയിന്റാണ് ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളിങ്ങനെ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന പേടിക്കുന്ന ആളുകളില്ലേ, ഈ ആളുകൾ നമ്മളെ പറ്റി കെയർ ചെയ്യുന്നില്ല ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന. സോ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടാണ്. അതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. നമ്മളെല്ലാവരും വിചാരിക്കും അയ്യോ, പലരും എന്നോട് പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത്, അവർക്ക് വിഷമിപ്പിക്കുന്ന രീതി കാര്യം പറയരുത് എന്നൊക്കെ പറയും. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഹ്യൂമൻ ടെൻഡൻസി, ഇതൊരു സൈക്കോളജിയിൽ വരുന്ന കാര്യമാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും, ലോക് ക്യാ കഹെങ്കെ എന്ന് പറയും ഹിന്ദിയിൽ. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും സ്ഥിരമായിട്ടുള്ള സംഭവം. അപ്പൊ അത് ഒരു കാര്യമില്ല അതിൽ. കാരണം ഈ ഒപ്പീനിയൻ പറയുന്ന ആൾക്ക് വെറുതെ ഒരു പേരിന് ഒപ്പീനിയൻ പറയാവുന്നതുകൊണ്ട് അയാളും എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതി പറയുന്നതുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ കണ്ടന്റ് ഒന്നും രാവിലെ മുതൽ അയാൾ കണ്ടോണ്ടിരിക്കുകയല്ല. അപ്പൊ അങ്ങനെയൊന്നും വിചാരിക്കാതെ ചുമ്മാ അങ്ങ് ചെയ്താൽ മതി, സെറ്റ് ആയിക്കോളും.